2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ദേ കണ്ടോ, നമ്മുടെ നല്ല ഒന്നാം തരം ഒരു കറി, നമ്മുടെ ഇറച്ചിക്കറി വെല്ലുന്ന അതേ ടേസ്റ്റിലൊരു കറിയാണ്. വെജിറ്റേറിയൻകാർക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു വെറൈറ്റി വെജിറ്റബിൾ വെച്ചിട്ട് നമുക്കൊരു കറി ഇന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെജിറ്റബിൾ ഞാൻ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് അതിൻ്റെ പേര് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വെജിറ്റബിൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാവോ? അവിടേക്ക് ഇനി വേറെ പേരാണോന്ന് അറിയില്ല. നമ്മളിവിടെ നൂൽക്കോലെന്നാണ് പറയുന്നത് ഈ പച്ചക്കറിയുടെ പേര്. കിഴങ്ങ് പോലൊന്നുമല്ല, നമ്മുടെ മണ്ണിൻ്റെ മേലിൽ തന്നെ പിടിക്കുന്നൊരു സാധനമാണ്. കിഴങ്ങ് വർഗ്ഗത്തിൽ കൂട്ടാൻ പറ്റിയൊന്നുമല്ല. പക്ഷേ നമുക്കിത് നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇറച്ചിയിലിടാനോ കറി വെക്കാനോ മെഴുക്ക് പുരട്ടിയായിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു കറിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. വേണ്ടത് സവോളയാണ്. ഒരു സവോള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ നൂൽക്കോലൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് ചെയ്യുന്ന പോലെ തന്നെ തൊലി ചെത്തി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ 2 സൈഡൊന്ന് മുറിച്ച് കൊടുക്കാം. കണ്ടോ? കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് തൊലി ചെത്തിയാൽ നമുക്ക് പെട്ടെന്ന് ചെത്തി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പീലറില്ലേ, പീലർ വെച്ച് ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി മുറിച്ചെടുത്ത് കളയാൻ പറ്റും. കണ്ടോ? ഈ തൊലി അങ്ങ് ചെത്തി കളഞ്ഞാൽ മതിയാവും. ഇതുപോലെ നമ്മുടെ എല്ലാ നൂൽക്കോലിൻ്റെയും തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, ഇതിനകത്ത് കാണിക്കാം. ഇങ്ങോട്ട് തറ നമുക്ക് ഇതിൻ്റെ തൊലി എടുക്കാൻ വലിയ പാടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെത്തി എടുക്കാൻ പറ്റും. കണ്ടോ? വലിയ പാടൊന്നുമില്ല. ഇതുപോലെ തൊലി ചെത്തിയെടുക്കാം. കണ്ടോ? നമ്മൾ തൊലി ചെത്തിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അധികം കനം ഇല്ലാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ ഇഷ്ടത്തിനാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിത് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുവാണ്. ചെറുതായിട്ട് കളറ് മാറും, അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഒന്ന് അരിഞ്ഞിടുന്നത്. നമ്മുടെ നൂൽക്കോലെല്ലാം നമ്മൾ നന്നായിട്ട് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം. കഷ്ണങ്ങളെല്ലാം നമ്മളുടെ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് സ്റ്റവ് ഓണാക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1 സ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു വറ്റൽമുളക് ചേർക്കാം. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കൊരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും അത്. സവാളയൊക്കെ വെച്ചത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം നന്നായിട്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കാം. വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നൂൽക്കോല് കഷ്ണങ്ങളാക്കിയതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മളിന്ന് 1 കിലോ നൂൽക്കോലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് വരണം. നമുക്കതിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അതിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അത് ഞാനൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് അത്ര എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി ആണെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ബാക്കി ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ ഈ നൂൽക്കോലിലേക്ക് ഒന്ന് പിടിക്കണം. ഈ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ നൂൽക്കോലിലൊന്ന് പിടിക്കാനും ഒന്ന് മൂത്ത് വരാനും ഒന്ന് വഴണ്ട് നന്നായിട്ടൊന്ന് വരാനും ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരല്പം വെള്ളം നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അല്പം മതിയാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ നൂൽക്കോല് നല്ല വേവുള്ളൊരു സാധനമാണ്. അപ്പം ലോ ഫ്ലെയിമിൽ ഏറ്റവും മീഡിയം ഇട്ട് തന്നെ നമ്മൾ വേവിക്കാൻ നോക്കണം. വേവ് പോരാന്ന് തോന്നിയാൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി നമ്മുടെ നൂൽക്കോലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മുടെ നൂൽക്കോലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല മണം, ഒരു പ്രത്യേക ഒരു വാസനയാണ് ഇതിന്. നമുക്കിതിൻ്റെ ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരു അല്പം മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മീറ്റ് മസാല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക മണം കേട്ടോ. കറിവേപ്പിലൂടെ ചേർക്കുമ്പോൾ ഒരു 2 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് ഓഫാക്കി എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.